എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബ്ബൂസ. അപ്പോൾ ഇതിൻ്റെ പേര് കുബ്ബൂസ് സാജ് എന്നാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് നോക്കാം. അതിന് 1/2 കിലോ മൈദാമാവാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം മൈദാമാവ് നമ്മൾ 1/2 കിലോയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. ഇത് പരത്താനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ അതിന് 1/2 കിലോ മൈദാമാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ കൂടിപ്പോയാലും നമ്മൾ മൊത്തത്തിൽ പാലിനകത്ത് തന്നെ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ മാവ് ഏകദേശം പരുവായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പം നമ്മളെ മാവെല്ലാം റെഡിയായി. ഇനി ഇതിനെ നമുക്കൊന്ന് ബോൾ പിടിക്കാം. അപ്പം ബോൾ പിടിക്കുന്നതിന് എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളിത് മാവ് തന്നെ കുറച്ച് മാവ് കയ്യിൽ പുരട്ടിയിട്ടോ, അങ്ങനെ എണ്ണയുടെ ആവശ്യമില്ല കുബ്ബൂസിന്. ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് ഷോർമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഷോർമ, സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുബ്ബൂസായത്. പിന്നെ അവിടെ ഈ ബ്രോസ്റ്റഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ കുബ്ബൂസ് സാജാണ്. സാധാ വേണ്ടവർക്ക് സാധാ കുബ്ബൂസ് കിട്ടും. അല്ലാതെ നമുക്ക് ഈ സാജ് കുബ്ബൂസ് വേണമെന്നുണ്ടെങ്കിൽ സാജ് കുബ്ബൂസ് കിട്ടും. പിന്നെ നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് പരത്തി തുടങ്ങാം. 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ മാവ് നല്ല മയപ്പെട്ട് വരും. അപ്പോൾ ഇത് പരത്താൻ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പൊടിക്കകത്ത് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന 1 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. പൈപ്പാകുമ്പോൾ നമുക്ക് സൗകര്യത്തിന് പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രം, നല്ല ഉരുണ്ട പാത്രത്തിനകത്ത് ഇത് കമത്തി വെച്ചിട്ട് നമുക്ക് വലിച്ച് വലുതാക്കി എടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു കലവാണ്, അലൂമിനിയം കലവാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അത്രയുള്ള കമത്തി വെക്കുക. എല്ലാ സൈഡും ഒരേപോലെ കുറേശ്ശെ വലിച്ച് അതിനെ നൈസാക്കി എടുക്കാം നമുക്ക്. അത് കുറച്ചുകൂടെ പരന്ന ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അതെൻ്റെ നല്ല നൈസായിട്ട് വന്നു. ഇനി ഇത് നമുക്ക് കല്ലിലിട്ട്, എണ്ണയൊന്നും പുരട്ടേണ്ട കാര്യമില്ല, കല്ലിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് ഷോർമയോ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും മൂപ്പിക്കരുത്. ഇതിപ്പോൾ ഞാൻ കറിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മൂപ്പിക്കുന്നത്. അപ്പം ഷോർമയ്ക്കും സാൻഡ്വിച്ചിനൊക്കെ വേണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ വേവ് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് ചുരുട്ടിയെടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല എളുപ്പമായിരിക്കും.
അപ്പോൾ ഇത് വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ്. മാത്രമല്ല അമിതമായിട്ട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.